ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പേജ് ഒന്ന് ഫോളോ ചെയ്തോട്ടോ. ബീഫ്, ചെറിയുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ചില്ലി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കറിവേപ്പില ഇട്ടു, ചെറിയ ഉട്ടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഉപ്പ് കറക്റ്റ് കുറച്ച് ഇട്ടു കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഡ്രൈ ആകാനുള്ളത്, അതുകൊണ്ട് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊക്കെ ബീഫ് അതിലേക്ക് ഇടുക കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഗ്യാസിലേക്ക് ഇടുക, 4 ഹൈ ഫ്ലെയിമിൽ 4 ലോ ഫ്ലെയിമിൽ സംഗതി സെറ്റാക്കി ഇങ്ങനെ ഇടും. ഈ ലെവലിലേക്ക് സംഗതി ആവും കേട്ടോ. എരിവ് കുറവാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടി ക്രഷ് ചെയ്ത് ചില്ലിയിലേക്ക് ഇടുക. എന്നിട്ട് ഇതും കംപ്ലീറ്റ് വറ്റിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം. ഈ ലെവലിലേക്ക് സംഗതി കുറച്ചും കൂടി ആകാനുണ്ട് കേട്ടോ. ഇത്ര മാത്രമല്ല, കുറച്ച് സമയം കൂടി നമ്മൾ അതിലേക്ക് വെച്ചിട്ട് അവസാനം ഈ ഒരു പരുവത്തിലായിട്ട് സംഗതി ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിക്കുക. ഈ സംഗതി ആയിക്കഴിഞ്ഞാൽ അടുക്കള മൊത്തം ഒരു മണം വന്നു കേട്ടോ. ഒരു ഒന്നൊന്നര മണമായിരുന്നു. ഞാൻ നേരെ ഒരു പാത്രത്തിലേക്ക് സംഗതി അങ്ങ് മാറ്റി കേട്ടോ. ഇടുമ്പോൾ തന്നെ സത്യത്തിൽ കൊതിയായിട്ട് ഇതിനെ കഴിക്കാനുള്ളൊരു തത്രപ്പാടില്ലായിരുന്നു. ഞാനൊരു പ്ലേറ്റിലേക്ക് കിട്ടും സംഗതി കഴിച്ചു നോക്കി മോനെ. ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ തന്നെ സംഭവം വേറെ ലെവലാണ്. എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട ഐറ്റാണ് ഈ ഒരു ഐറ്റം കേട്ടോ. ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റാണ് കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസ് ഇല്ല, അല്പം മാത്രം ഇൻഗ്രീഡിയൻസ് വളരെ വിരലുണ്ടാവുന്ന ഭയങ്കര ലാഭം കൂടിയാണ്. കുരുമുളക് ഇടുന്നൊന്നും വേണ്ട കേട്ടോ. ഇനി